എങ്ങനെയാണ് മൊബൈൽ ബാക്ക് കവർ അല്ലെങ്കിൽ മൊബൈൽ കേസ് ഓൺലൈൻ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമുക്ക് ഓൺലൈൻ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയതായിട്ട് ആർക്കെങ്കിലും ഈ ഒരു സംഭവം ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ബാക്ക് കവർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൊബൈൽ കേസ് എന്നുള്ളത്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന നല്ല ഗ്രോത്ത് ഉള്ള ബിസിനസ്സുകളിൽ ഒരു ബിസിനസ്സാണ് മൊബൈൽ ആക്സസറീസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം മൊബൈൽ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മൊബൈൽ ആക്സസറീസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സാധ്യത, നല്ലൊരു ബിസിനസ്സാണ്, നല്ല ഗ്രോത്ത് ഉള്ള ബിസിനസ്സാണ്. അതുപോലെ തന്നെ നല്ല ഹൈ മാർജിനും ഹൈ പ്രോഫിറ്റും ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ബിസിനസ് തുടങ്ങിയവരാരും ഇന്നുവരെ പൂട്ടിപ്പോയിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ ഇന്ന് ഒരു ഉദാഹരണം പറയുക, എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ 18ാമത്തെ 19ാമത്തെ ഷോപ്പ് പോലും ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ്സാണ് മൊബൈൽ ആക്സസറീസ് ബിസിനസ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ മൊബൈൽ ആക്സസറീസ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. അതാണ് ഒന്ന് മൊബൈൽ ബാക്ക് കവർ അല്ലെങ്കിൽ മൊബൈൽ കേസ്, രണ്ടാമത്തത് മൊബൈലിലെ ടെമ്പററി ഗ്ലാസ്. നമ്മൾ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന, നമ്മൾ സ്ക്രീനിൽ നമ്മൾ ഒട്ടിക്കുന്ന ഗ്ലാസ്, അതേപോലെ തന്നെ മൊബൈൽ ബാക്ക് കവർ. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമേ ഉള്ളൂ. അതെന്താണ്? മൊബൈൽ ബാക്ക് കവറാണ്. അപ്പം അത് സംശയം ചോദിച്ച അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾ എന്തായാലും അവരെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ടെമ്പററി ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഓഫ്ലൈൻ ഷോപ്പുകളിലായിരിക്കും. കാരണം അത് ഒട്ടിക്കണമല്ലോ, നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഓൺലൈൻ വിൽക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഓഫ്ലൈൻ സ്റ്റോറുകളാണ് കൂടുതൽ ആളുകളും, കൂടുതൽ നല്ല എല്ലാവരും അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുക. പക്ഷെ നമ്മൾക്കിവിടെ വിൽക്കാൻ കഴിയുന്ന, ഓൺലൈനായിട്ട് വിൽക്കാൻ കഴിയുന്ന, വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് മൊബൈൽ ബാക്ക് കേസ് എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഷോപ്പ് തുറക്കണം. എന്ത് ഷോപ്പ് തുറക്കണം? നമ്മൾ ഷോപ്പ് തുറക്കുന്നത് ഓൺലൈൻ ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഷോപ്പാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. ഒരിക്കലും ഫിസിക്കൽ ഷോപ്പല്ല. ഫിസിക്കൽ ഷോപ്പാകുമ്പോൾ നമ്മൾക്ക് അതിന് അഡ്വാൻസ് കൊടുക്കണം, നമ്മൾക്കതിൽ ഇൻറ്റീരിയൽ ചെയ്യണം, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, റാക്ക് മേടിക്കണം, ഡിസ്പ്ലേ റാക്ക് മേടിക്കണം, നമ്മൾക്ക് അതിന് വേണ്ട ഫുൾ സജ്ജീകരണം ഉണ്ടാക്കണം, നെയിം ബോർഡ് സെറ്റ് ചെയ്യണം, ഒരുപാട് എക്സ്പെൻസ് അതിനായിട്ട് വരും. അതിനുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ നമ്മളിവിടെ തുറക്കാൻ പോകുന്നത് ഒരു ഓൺലൈൻ ഷോപ്പാണ്, ഒരു ഡിജിറ്റൽ ഷോപ്പാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇത് മാത്രമാണ് നമ്മുടെ ആയുധം, അല്ലെങ്കിൽ ഇത് മാത്രമാണ് നമ്മുടെ ഷോപ്പ് എന്നുള്ളത്, നമ്മുടെ ഷോപ്പ് തുടങ്ങാനുള്ള പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പം ഇതിൽ തന്നെ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അബൌട്ട് 75% ആളുകളും കയറി ഞരങ്ങുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇൻസ്റ്റഗ്രാം എന്നുള്ളത്. ആ ഇൻസ്റ്റഗ്രാം പ്രോപ്പർട്ടിക്കുള്ളിലാണ്, അല്ലെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഷോപ്പ് തുറക്കാൻ. അപ്പോൾ നമ്മൾ ഷോപ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾക്കൊരു പേര് കണ്ടെത്തണം ആ ഷോപ്പിന്. നമ്മളിപ്പോൾ നോർമലി ഒരു നാട്ടുപുറത്ത് നമ്മളൊരു ഓഫ്ലൈൻ ഷോപ്പ് തുറക്കുമ്പോൾ നമ്മൾ അതിന് പേര് കണ്ടെത്തും. ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ബോർഡും അല്ലെങ്കിൽ ഒരു പേര്, കടക്കൊരു പേര് നമ്മൾ കണ്ടെത്തുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഒരു പേര് നമ്മൾ കണ്ടെത്തണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്, നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവും നമ്മുടെ പേരിൽ തന്നെ, പക്ഷെ ഒരിക്കലും ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ
നിങ്ങൾ പിന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കുറച്ചും കൂടി ബുദ്ധിമുട്ടി അതിനെ എടുക്കേണ്ടി വരും. പക്ഷെ എപ്പോഴും ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് 1000 രൂപയിലാണെങ്കിൽ പോലും അതിനെ നാളെ നിങ്ങൾ 10,000 കോടി രൂപയുടെ ഒരു ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സിന്റെ ഉടമയാകാം, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ നിങ്ങൾ തുടങ്ങുന്ന 1000 രൂപയുടെ ആ ബിസിനസ്സിന് പോലും ഒരു പേരും വേണം, ഒരു പ്രൊഫഷണൽ സ്റ്റൈലും കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. അതാണ് ഒരു ബിസിനസ്സിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു പേര് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്ത് ബിസിനസ് ആവട്ടെ, എത്ര ചെറുതാവട്ടെ, ഒരു പേര് കണ്ടെത്തുക. ആ പേരിൽ ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പൊ ആ ബിസിനസ് പേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്നത്. ആ ഷോപ്പ് വഴിയാണ് നമ്മളെല്ലാം വിൽക്കുന്നതും ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അതേ പേരിൽ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ഷോപ്പ് തുടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ടെണ്ണമായി, നമുക്ക് ഒരു പേജ് ഫേസ്ബുക്കിലായി, ഒരു പേജ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായി. അതിൻ്റെയൊക്കെ ലിങ്കും ഓർഡറും കണക്ഷനും കൊണ്ടുവരേണ്ടത് നമ്മൾ വാട്സപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നമ്മളൊരു ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ സാധാ അക്കൗണ്ട് ആയിരിക്കും. അല്ലെങ്കിലും നിങ്ങളൊരു ബിസിനസ് അക്കൗണ്ട് വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ബോർഡ് വെക്കണം, ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഡെക്കറേഷനും ലൈറ്റുകളും കബോർഡുകളും റാക്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ പേജിൽ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ കമ്പനിയുടെ നെയിം കൊണ്ടുവരണം. അതിൻ്റെ കാറ്റലോഗിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ കേസ്, എന്താണ് നമ്മുടെ ബിസിനസ്, ആ ബിസിനസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതൊരു ബിസിനസ് അക്കൗണ്ട് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു പേഴ്സണൽ അക്കൗണ്ട് അല്ല, ഇതൊരു ബിസിനസ് ചെയ്യുന്ന അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരു മൊബൈൽ കവർ ബിസിനസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ, ഒരാൾ വാച്ച് ചെയ്യുമ്പോൾ ആ ആൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇതൊരു മൊബൈൽ കേസ് ബിസിനസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ മൊബൈൽ കേസ് നമ്മൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും എന്ന രീതിയിൽ തോന്നിപ്പിക്കും വിധമുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റിംഗ് അവിടെ നമ്മൾ ചെയ്തു വെക്കണം. നമ്മൾ അതിൻ്റെ എല്ലാ കാറ്റലോഗിലും, എല്ലാ പ്രൊഫൈൽ പിക്കിലും, ഡി പിയിലും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളതിൽ ഡെയിലി റീൽസ് ഇടുക, ഡെയിലി പോസ്റ്റ് ചെയ്യുക, ഡെയിലി അപ്ലോഡ് ചെയ്യുക കാര്യങ്ങൾ. നമ്മൾ റീൽസായിട്ടും സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും നമ്മൾ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ച ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ, ഒരു ദിവസം നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ വൈകിട്ടൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി അതാണ്, നമ്മുടെ ബിസിനസ്സാണ് അത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദിവസമോ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഒരു രീതിയിലുള്ള റെസ്പോൺസും വരില്ലായിരിക്കും, ആരും വിളിക്കില്ലായിരിക്കും, ആരും റെസ്പോണ്ട് ചെയ്യില്ലായിരിക്കും, ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വെച്ച് നമ്മൾ മനസ്സ് മടുത്തിട്ട് നമ്മളത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്താൽ, അവിടെ വെച്ച് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പോകാൻ ശ്രമിക്കരുത്. പല ആളുകൾക്കും സംഭവിക്കുന്ന ബിഗ് മിസ്റ്റേക്ക് ആണ് ആ ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ 1 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരിയിരിക്കും. പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ ഒരിക്കലും അതവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ച് അത് തുടങ്ങിയത് അതും അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും പോകാൻ ശ്രമിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യും. അത് മെല്ലെ മെല്ലെ നിങ്ങൾക്കത് വളർന്നുകൊണ്ടിരിക്കും. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു മരം നട്ട് കഴിഞ്ഞാൽ, നമ്മൾ അത് വെച്ച് പിടിപ്പിച്ച് അന്ന് തന്നെ ഒരിക്കലും അത് വളർന്ന് വലുത് കായൊന്നും തരില്ല വെക്കുക. നമ്മളതിന് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്ത്, രാവിലെയും വൈകിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് വേര് പിടിച്ച് നല്ല രീതിയിൽ പിന്നെ അത് മുളച്ച് പിടിച്ച് ഇലകളൊക്കെ വന്ന് കായ്കനികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മൾ രാവിലെ വൈകിട്ടും സ്റ്റോറീസും പോസ്റ്റും റീൽസും എല്ലാ സംഭവങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊണ്ട് കൊടുക്കുക. പക്ഷെ ഒരു ദിവസം ചിലപ്പോൾ 1 മാസമോ 2 ആഴ്ചയോ ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് വളർന്നിട്ടുണ്ടാവും, വളർന്നേക്കാം. അതിൽ ഒരു സംശയവുമില്ല. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് അത് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡയറക്റ്റ് അനുഭവിച്ചറിയാൻ പറ്റും അതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസം അത് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് അവിടെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കരുത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്.
അതിന് ഒരിക്കലും നമ്മളിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പൈസക്കാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്കിപ്പോൾ ഡൽഹിയോ ബോംബെ പോലത്തെ മാർക്കറ്റുകൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് തിരൂരോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിന് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന മാർക്കറ്റ് ഏതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരൂർ പോയി കഴിഞ്ഞാൽ വളരെ ചീപ്പിന് കിട്ടും. അതേപോലെ തന്നെ എറണാകുളം പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിക്കൊണ്ട് വളരെ ചീപ്പിൽ നിങ്ങൾ ഈ സാധനം മേടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മേടിച്ച് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ മേടിക്കേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് മൊബൈൽ കേസിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഐഫോണും സാംസങ്ങുമാണ്. സാംസങ്ങും ഐഫോണും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് എന്താണ്, വിവോ, ഓപ്പോയാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളതും മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള കേസുകൾ വേണം നമ്മൾ വാങ്ങിക്കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നതിന് മുന്നെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പുകളോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വാങ്ങാൻ പോകുന്ന ഷോപ്പുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ചോദിച്ചുകൊണ്ട് നല്ല ഇൻഫർമേഷൻ നല്ല രീതിയിൽ അവരോട് എൻക്വയറി ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് മേടിക്കാവുന്നത്. കാരണം നല്ല രീതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നോർമൽ മൊബൈൽ കവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ സാധാ ഫോണിൻ്റെ മൊബൈൽ കവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 രൂപ മുതൽ 80 രൂപ വരെയൊക്കെയുള്ള കവറുകളാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ്, ഒരു റീസെല്ലിംഗ് പ്രൈസ് കിടക്കുന്നത് പറഞ്ഞാൽ നമുക്ക് 200 രൂപ മുതൽ 300 രൂപ വരെ നമുക്ക് വിൽക്കാൻ കഴിയും. 20 രൂപ മുതൽ 80 രൂപ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ മേടിക്കുന്ന കേസുകൾ നമുക്ക് 200 രൂപ മുതൽ 300 രൂപ വരെ നമുക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുറച്ചും കൂടി പ്രിന്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള കേസുകൾ ഒരു 100 രൂപ മുതൽ 200 രൂപ വരെ റേഞ്ച് വരുന്ന കേസുകളുണ്ട് നമ്മൾക്ക് ഹോൾസെയിൽ റേറ്റിൽ. അത് നമ്മൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് 400 രൂപ മുതൽ നമുക്ക് 600, 700 രൂപ, 500 രൂപക്കൊക്കെ വിൽക്കാൻ കഴിയും റീസെയിലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന, നല്ല ബിസിനസ് പ്രോഫിറ്റ് ഉള്ള, 100 to 200% പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ ബിസിനസ് ഐഡിയ ആണ് ഈ ഒരു മൊബൈൽ കേസ് ബിസിനസ് എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഓൺലൈനിൽ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും. ചെറിയ രീതിയിൽ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഇതിങ്ങനെയാണ് നമ്മൾക്ക് ഓൺലൈൻ ചെയ്യുക. നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുക, വാട്സപ്പിൽ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഡെയിലി പോസ്റ്റ് ചെയ്യുക, ഡെയിലി റീൽസ് എടുക്കുക, ഡെയിലി പോസ്റ്റ് ചെയ്യുക, സ്റ്റോറീസ് ഡെയിലി ഇടുക. നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് എന്താണോ അതിൻ്റെ ഡെയിലി സ്റ്റോറീസും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക, വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ നമ്മൾ വീഡിയോസും ഫോട്ടോസാണ് നമ്മൾ കാണുന്നത്. കസ്റ്റമേഴ്സ് ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ അവർ കാണുന്നത് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ക്ലിയർ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല ഒരു സ്ക്രീൻ ലെവലൊക്കെ വെച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓൺലൈൻ സ്റ്റോർ തുറക്കുക എന്നുള്ളത്. നമ്മൾ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. നമ്മുടെ കയ്യിൽ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ മനസ്സിലായിരിക്കുന്നു. മനസ്സിലാത്തവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കൊന്നുകൂടി പറയാം. നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.